ഇവിടെ കോടതി നടത്തിയ പരാമർശങ്ങൾ അതീവ ഗൗരവതരമാണ്. ഞാൻ ഷോണിനോട് ചോദിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനുമായി ബന്ധപ്പെട്ട കേസിലും ഇത്തരം പരാമർശങ്ങൾ, അതായത് രാഷ്ട്രീയത്തിൽ തുടരാനേ അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത്. പെട്ടെന്ന് വശംവദനാകുന്ന, സ്വാധീനങ്ങൾക്ക് വശംവദനാകുന്ന നേതാവ്, അത് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ റോൾ മോഡൽ ആകേണ്ട രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത് എന്ന് കോടതി ഏറെ അസംതൃപ്തിയോടെ കാണുന്ന പശ്ചാത്തലമാണ്. ആ PC ജോർജ് ആണ് പുറത്തിറങ്ങി വീണ്ടും പറയുകയാണ് തന്റെ പോരാട്ടം തുടരും. ഇനിയും പ്രതീക്ഷിക്കണോ PC ജോർജിൽ നിന്ന്? കൃഷ്ണദാസ് എന്നോടാണോ? അതെ, കൃഷ്ണദാസ്. ഓക്കെ. ശ്രീ PC ജോർജ് നേരത്തെ അദ്ദേഹം കേരളത്തിലെ സമ്പന്നതരായിട്ടുള്ള MLA ആയിരുന്നു. അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലത്തിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടോ ചില വിഷയങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളീയ സമൂഹത്തോട് തുറന്നു പറയുന്നു. പ്രത്യേകിച്ച് സമൂഹം ചർച്ച ചെയ്യുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷെ അതിനർത്ഥം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ഈ രാജ്യത്തെ തീവ്രവാദത്തിനെതിരായിട്ടാണെങ്കിലും മതതീവ്രവാദത്തിനെതിരായിട്ടാണെങ്കിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിക്കനുസരിച്ച് ചില സമയങ്ങളിൽ അദ്ദേഹം ശക്തമായി പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ നാട്ടിൻപുറത്തുകാരുടെ ഭാഷയ്ക്കൊപ്പം അദ്ദേഹം ചേർന്ന് പറയുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിനെ ഒരു വിമർശനാത്മകമായി കണ്ടുകൊണ്ട് അതിൻ്റെ നടപടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകൾ ആ ചെയ്യുന്ന ആളുകളും ആ നടപടി എടുക്കുന്ന ആളുകളും എല്ലാവരോടും സ്വീകരിക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരെയും എതിർക്കുന്നതാണ്, ഞങ്ങൾ NDF-നെ എതിർക്കുന്നു, ഞങ്ങൾ SDPയെ എതിർക്കുന്നു, ഞങ്ങൾക്കെതിരെ അവർ മത്സരിക്കുന്നുണ്ട്, അവർ വോട്ട് കിട്ടുന്നുണ്ട്, അതിനെല്ലാം ഇടതുപക്ഷമാണ് പിന്തുണ നൽകുന്നത്. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ശക്തമായി അവർക്കെതിരെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുക. അവരെടുക്കുന്ന നിലപാടുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? അവർ മത്സരിക്കുന്നു, അവർക്ക് വോട്ട് കിട്ടുന്നു, അതാണോ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം? SDPI ആണെങ്കിലും NDF ആണെങ്കിലും നേരത്തെ നിരോധിക്കപ്പെട്ട സംഘടനകളാണെങ്കിലും അവരെല്ലാം എടുക്കുന്ന നിലപാടുകൾ. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാനങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതായി പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ലത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ജനാധിപത്യപരമായി ശ്രീ PC ജോർജിന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയില്ല. അതിലേതെങ്കിലും തെറ്റായ വശമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ അദ്ദേഹം തിരുത്തുമല്ലോ. അദ്ദേഹം അത് തന്നെയല്ലേ പറഞ്ഞത്, തിരുത്തേണ്ടത് ഞാൻ തിരുത്തും, മാപ്പ് പറയാൻ അദ്ദേഹം ആ ചർച്ചയിൽ തന്നെ തയ്യാറായി. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ആ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ള കാര്യം തുറന്നു പറയുകയും പിൻവലിക്കേണ്ട വശങ്ങൾ അതിനുശേഷം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, ആയിക്കോട്ടെ. അതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നില്ലല്ലോ. പക്ഷെ അതേസമയം തന്നെ അതേ നിലപാടുകൾ ആളുകൾ സംശയം കൊണ്ടാണ് ശ്രീ കൃഷ്ണദാസ്. കാരണം ഇതിനു മുൻപ് സമാനമായ നിരവധി കേസുകൾ നേരിട്ടിട്ടും ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമായി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ജോർജ് വീണ്ടും അങ്ങനെ ആകുമോ എന്നുള്ള സംശയത്തിലാണ് അത് വീണ്ടും ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. രഞ്ജിത്ത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്ന കാരണത്തിനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളുടെ അതിനെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണോ? അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണോ? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേ വിഷയങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ഷോൺ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹം വസിക്കുന്ന, അദ്ദേഹം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൻ്റെ പ്രദേശത്ത് നിന്ന്, ആ സ്ഥലത്ത് നിന്ന് തന്നെ തീവ്രവാദ പ്രവർത്തനത്തിൽ പോകുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, സംഘടനകൾ നിരോധിക്കപ്പെടുന്ന ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളോട് ആ വിഷയങ്ങൾ തുറന്നു പറയുന്നു. എന്താ തെറ്റുള്ളത്? ഇനിയും അതേ കാര്യങ്ങളുണ്ടായാൽ വീണ്ടും തുറന്നു പറയുമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ധൈര്യത്തോടുകൂടിയല്ലേ പറയുന്നത്, ഞാനത് വീണ്ടും തുറന്നു പറയും. അതിൻ്റെ കാരണം എന്താണ്? വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു, അതേ രാജ്യദ്രോഹ പ്രവർത്തനം ആവർത്തിക്കുന്നു, അതേ രാജ്യവിരുദ്ധ പ്രവർത്തനം ആവർത്തിക്കുന്നു. അങ്ങനെയുള്ള സംഘടനകളോട് ഞാൻ സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആ ആളുകളോട് ഇനിയും യുദ്ധം ചെയ്യും. അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടല്ലോ. ഈ രാജ്യത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും
ആരെങ്കിലും ചെയ്താൽ, രാജ്യത്ത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെ തുറന്നു പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന് ഏതെങ്കിലും വാക്ക് പിഴയുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകത്തിന് എന്തെങ്കിലും പിഴയുണ്ടായി, ആ പിഴ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണം, തിരുത്തപ്പെടുക തന്നെ ചെയ്യും. അതിനെന്താ തർക്കമുള്ളത്? അതിനർത്ഥം വിഷയം മാറ്റണം എന്നുള്ളതല്ല. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്ന് അതിനർത്ഥമില്ല. ശരി, തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇവിടെ